വളരെ നമ്മളിപ്പം നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ തോട്ടത്തിലെ പണിക്ക് ഒരു നായരെ വിളിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഒരു നായരെ തോട്ടത്തിൽ പണിക്ക് വിളിക്കുമോ? ഒരു നമ്പൂതിരീനെ തോട്ടത്തിൽ പണിക്ക് വിളിക്കുമോ? ഒരു ക്രിസ്ത്യാനീനെ തോട്ടത്തിൽ പണിക്ക് വിളിക്കുമോ? വിളിക്കില്ല. നിങ്ങൾ ആരെയെ വിളിക്കുക? നിങ്ങൾ ആദിവാസീനെയും പട്ടിക വിഭാഗത്തിൽപ്പെട്ടവനെയും അല്ലെങ്കിൽ എന്താണ് ജാതിയിൽ താഴ്ന്നവനെ മാത്രമേ ഉള്ളൂ. ഇന്നും കേരളത്തിൽ ഇത് തന്നെയാണ് നടക്കുന്നത്. എല്ലാ സംവിധാനങ്ങളും ഇത് തന്നെയാണ് നടക്കുന്നത് അല്ലേ? നിങ്ങൾ ഇന്ന് ഏതെങ്കിലും ഒരു വലിയ ഡിപ്പാർട്ട്മെൻറ്റ് സംവിധാനത്തിൻ്റെ തലപ്പത്തേക്ക് ഏതെങ്കിലും പട്ടികജാതി വർഗ്ഗക്കാരനെയോ പിന്നെ അടിച്ചമർത്തപ്പെട്ടവനെയോ താഴ്ന്ന ജാതിക്കാരനെയോ കുറിച്ച് അപ്പോയിൻറ്റ് ചെയ്യുമോ? സർക്കാരിൻ്റെ ഏതെങ്കിലും സംവിധാനത്തിൽ അപ്പോയിൻറ്റ് ചെയ്യുമോ? നിങ്ങൾ നോക്കിക്കോളൂ. മന്ത്രിമാരുടെ ഓഫീസ് തുടങ്ങി താഴേക്ക് നോക്കിക്കോളൂ. എവിടെയെങ്കിലും അപ്പോയിൻറ്റ് ചെയ്യുമോ? ഒന്നും ചെയ്യില്ല. അവിടെ എന്താണ് അടിച്ചു തളിക്കാനും പിന്നെന്താണ് അടിച്ചു വാരാനും ഫയൽ കൊണ്ടു കൊടുക്കാനും ഉപയോഗിക്കുക. കേരളത്തിലെ എയ്ഡഡ് കോളേജിലെ അധ്യാപകരുടെ നിയമനം നോക്കിയാൽ മതി. അതാണ് ഞാൻ പറയുന്നത്. വളരെ കാരണം ഇത് കേരളത്തിൽ ഇമ്പോസിബിളാണ്. ആ സ്ഥലത്താണ് ഒരു സാധാരണ സ്മൃതിയോടെ നേരത്തെ പറഞ്ഞതുപോലെ അവനോട് ചോദിക്കുകയാണ്, പിന്നെ നിങ്ങളെ അച്ഛനും അമ്മയൊക്കെ ശാസിക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ്റെ അമ്മേനും പണി എന്ന് പറഞ്ഞാൽ രാവിലെ എണീറ്റ് പണിക്ക് പോയി ഞങ്ങളെ ശാസിക്കാൻ അവർക്ക് നേരമില്ല. ഞങ്ങളെ ശാസിക്കേണ്ടത് ഞങ്ങൾ തന്നെയാണ്. ഞാൻ പോയി എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് വന്നാലേ എൻ്റെ കുടുംബം പുലർത്താൻ പറ്റുള്ളൂ എന്ന് പറയുന്ന സാധാരണക്കാരനായ ഒരു വ്യക്തി വളരെ ചെറുപ്പത്തിൽ നമുക്കിപ്പോൾ നിസാർ നേരത്തെ പറഞ്ഞ പയ്യെന്ന് വിളിക്കാവുന്ന രീതിയിലേക്കുള്ള വലിപ്പത്തെത്തിയപ്പോഴത്തേക്കും ഇത്രയും ആരാധകരെ ഈ പറയുന്ന സവർണരും പിന്നെ മുതിർന്ന ജാതിക്കാരുമുള്ള കേരളത്തിൽ ഇത്രയും ആരാധകരെ പിടിച്ചു പറ്റാൻ ഈ പറഞ്ഞ വേടന് കഴിഞ്ഞിട്ട് അത് ചില്ലറ കാര്യമാണോ?